ഈ സമയത്ത് പുതിയൊരു വാർത്ത. കായംകുളം എം.എൽ.എ. യു പ്രതിഭയുടെ മകൻ 90 ഗ്രാം കഞ്ചാവുമായി പിടിയിലായി എന്നതാണ്. കുട്ടനാട് എക്സൈസ് ആണ് കനിവിനെ കസ്റ്റഡിയിലെടുത്തത്. സുഹൃത്തുക്കളായ 9 പേരും പിടിയിലായിട്ടുണ്ട്. നമസ്കാരം. ഇന്നലെ ഒട്ടുമിക്ക വാർത്താ ചാനലിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ ഈ കാണിച്ചത്. ഹോട്ട് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിഭ എം.എൽ.എയുടെ മകനും സുഹൃത്തുക്കളും കഞ്ചാവുമായിട്ട് പിടിയിലായി. അപ്പൊ പല ന്യൂസ് ചാനലിൽ പല കണക്കുകളാണ് പറഞ്ഞത്. ചിലർ പറയുന്നു 90 ഗ്രാം ആണെന്ന്, ചിലർ പറയുന്നു 30 ഗ്രാം ആണെന്ന്. അതൊന്നുമല്ല, ഇപ്പൊ സ്ഥിരീകരിച്ചേക്കുന്നത് 3 ഗ്രാം മാത്രമാണ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതെന്നാണ്. അപ്പൊ പ്രതിഭ എം.എൽ.എയുടെ മകന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് ചില വാർത്താ ചാനലുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പ്രതിഭ എം.എൽ.എയുടെ മകന്റെ കയ്യിൽ നിന്നല്ല, വേറൊരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടി ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് എക്സൈസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയത്. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞയച്ചു എന്നും വാർത്തയുണ്ട്. അപ്പൊ ഈ വാർത്ത അങ്ങോട്ട് പുറത്തു വന്നതോടുകൂടി നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു സിറ്റിംഗ് എം.എൽ.എയുടെ മകന്റെ പേരിലാണ് കേസ്. അപ്പൊ തീർച്ചയായിട്ടും അതും നിസ്സാരമായിട്ടുള്ളൊരു കേസല്ല. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, ആൾക്കാർ ട്രോളും, ഓപ്പോസിറ്റ് പാർട്ടിക്കാർ ട്രോളും, അങ്ങനെ ഒരുപാട് ട്രോളുകളൊക്കെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. അപ്പൊ അതോടുകൂടി പ്രതിഭ എം.എൽ.എയുടെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചുകൊണ്ടൊരു ലൈവ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ലൈവ് വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 24-ലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു. കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. എന്നോട് പൊതുവെ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം പലപ്പോഴായിട്ട് പലര് കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളും എനിക്ക് ഉണ്ടാവുന്നതും സ്വാഭാവികമാണ്. ആമുഖമായി പറഞ്ഞോട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കൊരു എതിർ സ്ഥാനാർത്ഥിക്ക് പകരം മാധ്യമങ്ങളായിരുന്നു അതിലധികവും വന്നത്. ഞാനത് പറയാൻ കാരണം, ഇന്ന് എൻ്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവര് എന്തെങ്കിലും സ്വാഭാവികമായിട്ട് മട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ എന്തോ കൊടുത്തതായിരിക്കാം. ഞാൻ തുറന്നതിന് നിങ്ങളോട് പറയാം. അപ്പോൾ ഇവരോട് എക്സൈസുകാർ വന്ന് കാര്യങ്ങൾ ചോദിച്ചു. സ്വാഭാവികമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു. അതിനിപ്പം വാർത്ത വരുന്നത് എന്താ, കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഒരാൾ എം.എൽ.എ. ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും. പക്ഷേ ഏഷ്യാനെറ്റും 24-ഉം തിരുത്തേണ്ട ഒരു കാര്യം, നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം, കിലോ എത്രയോ 30 ഗ്രാം കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം. അവന്റെ കയ്യിൽ 30 ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം. നേരെ തിരിച്ച് അതല്ല, നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ഞാൻ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കാരണം അത്രയധികം ആക്ഷേപിക്കുന്ന തരത്തിൽ എന്നെ സ്നേഹിക്കുന്ന, എന്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരെ വേദനിപ്പിച്ചൊരു വാർത്തയായത്. അപ്പോൾ അതിന് അവർ എല്ലാവരും എന്നോട് പറഞ്ഞു, നമ്മൾ അതിന് മറുപടി പറയണം എന്ന് പറഞ്ഞു. ഇതിലൂടെ അവർ ആ ഏജിലുള്ള കുട്ടികളാണ്, ചിലപ്പോൾ കൂട്ടുകൂടും. തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അപ്പൊ എന്റെ മകൻ പോകരുത് എന്ന് മാത്രം പറയാനേ എനിക്ക് പറ്റുള്ളൂ. ആ വഴി തേടുന്നതും പോകാതിരിക്കേണ്ടതും ഒക്കെ അവരുടെ ചുമതലയാണ്. കാരണം എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ്. പക്ഷേ അത് അവൻ തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ള അവനും ഞാനും അവനോട് പറഞ്ഞ് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. ഇല്ലാത്തൊരു വാർത്ത ഏഷ്യാനെറ്റും 24-ഉം ഒപ്പം മീഡിയ വണ്ണും ഒക്കെ കൊടുത്തെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു വാർത്ത കൊടുത്ത നിങ്ങൾ മാപ്പ് പറയണം. കൂടാതെ ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം. നിരുപാധികം ആ വാർത്ത പിൻവലിക്കണം. അപ്പൊ ഇതായിരുന്നു എം.എൽ.എയുടെ പ്രതികരണം. ഇവിടെ ഇവരൊരു എം.എൽ.എ. ആയിട്ടല്ല പ്രതികരിച്ചേക്കുന്നത്, ഒരു അമ്മ എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചേക്കുന്നത്. അപ്പം ഒരു അമ്മയാകുമ്പോൾ ഉറപ്പായിട്ടും സ്വന്തം മകന്റെ ഭാഗം ന്യായീകരിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പൊ ഇവർ പറയുന്നത് മാധ്യമങ്ങൾ മനഃപൂർവ്വം ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്, വ്യാജ വാർത്ത കൊടുത്തതാണ്, തന്നോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്റെ മകന്റെ കൈവശമല്ല പിടിച്ചത്, വേറൊരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന് പോലും അവർ പറയുന്നില്ല. മകനും സുഹൃത്തുക്കളും ഒക്കെ കൂട്ടം ചേർന്നിരുന്ന സമയത്ത് പോലീസുകാർ വന്ന് അന്വേഷിച്ചതാണ്. ആരൊക്കെ ഒറ്റ കൊടുത്ത സമയത്ത് പോലീസുകാർ വന്ന് അന്വേഷിച്ചത് മാത്രമേ ഉള്ളൂ. അവരെ അറസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ലെന്നാണ് പ്രതിഭ എം.എൽ.എ. ന്യായീകരിച്ചത്. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിട്ടതാണെന്നുള്ളത് എക്സൈസുകാർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരൊറ്റ കൊടുത്താണെങ്കിലും ആര് ഇൻഫർമേഷൻ കൊടുത്താണെങ്കിലും വെറുതെ കുറച്ച് കുട്ടികൾ പോയിരിക്കുന്നു. അവർക്ക് 21 വയസ്സെങ്ങാണ്ടുള്ള കുട്ടികളാണ്. അപ്പൊ വെറുതെ അവർ പോയി അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു എക്സൈസുകാരും പിടിച്ചുകൊണ്ട് പോകത്തില്ല. എന്തെങ്കിലും കാരണമില്ലാതെ അവർ പിടിച്ചുകൊണ്ട് പോകില്ല. അവരൊന്നെങ്കിൽ കൂടിയിരുന്ന് വെള്ളം അടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൈവശം ഇങ്ങനത്തെ വസ്തുക്കൾ പിടിക്കുകയോ ചെയ്യാതെ ഒരു കാരണവശാലും എക്സൈസുകാർ അവരെ പിടിച്ചുകൊണ്ട് പോകില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. എന്ത് ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് അന്വേഷിക്കും. ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വന്ന് അന്വേഷിച്ച് അവരുടെ കയ്യിൽ ഈ സാധനം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവരെ ഉറപ്പായിട്ടും വീട്ടിലോട്ട് പോടാ എന്ന് പറഞ്ഞു വിടത്തേ ഉള്ളൂ. കുട്ടികൾ കൂടിയിരിക്കുന്ന സമയത്ത് അപ്പൊ ഇവര് കൂടിയിരുന്ന് കള്ളു കുടിച്ചിരുന്നു എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. ഇവര് കഞ്ചാവ് വീടി വലിക്കുമായിരുന്നു എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അപ്പൊ ഒന്നും കാണാതെ എന്തായാലും എക്സൈസുകാർ പിടിച്ചുകൊണ്ട് പോവില്ല. ഇനി രണ്ടാമത്,
ഇങ്ങനെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് 9 പേരെ എങ്ങാണ്ടാണ് പിടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു. അതിൽ പ്രതിഭ MLA മകനും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എക്സൈസുകാരായിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇവരുടെ മെഡിക്കൽ എക്സാമിനേഷൻ എടുക്കും, വൈദ്യപരിശോധനയ്ക്ക് ഇവരെ വിധേയമാക്കും, ഇവരുടെ രക്തസാമ്പിളിൽ ഇങ്ങനത്തെ കണ്ടന്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കത്തില്ലേ? എന്നാൽ ഇതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു കേസിൽ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ പറഞ്ഞു വിടുമോ? അതിനും ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം ഇതൊക്കെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിടില്ല. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഒരു പക്ഷേ MLA മകൻ അറിഞ്ഞതായിരിക്കില്ല, സുഹൃത്തിന്റെ കൈവശം അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്നുള്ളത് MLA മകൻ അറിഞ്ഞതായിരിക്കത്തില്ല. ചിലപ്പോൾ നിരപരാധിയായിരിക്കാം. ഒരു പക്ഷേ അറിഞ്ഞതും ആകാം, ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്നത് ഉപയോഗിച്ചതുമാകാം. നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ MLA മകൻ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എക്സൈസുകാരുടെയും പോലീസുകാരുടെയും ഇടപെടൽ അവിടെ കുറവായിരിക്കും. MLA മകന്റെ കയ്യിൽ നിന്നല്ല പിടിച്ചതെങ്കിൽ ഉറപ്പായിട്ടും അത് കുറവായിരിക്കും. പക്ഷെ ആദ്യം ഇവിടെ ചെയ്യേണ്ടിരുന്നത് അതാണ്. ഈ 9 പേരെയും കൊണ്ട് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് അവരുടെ രക്തസാമ്പിളിൽ ഇങ്ങനത്തെ കണ്ടന്റ് ഉണ്ടോ എന്ന് അപ്പം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു, അവരവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ. എന്നാൽ ഇതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. പിന്നെ MLA വന്ന് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വേറൊരു വീഡിയോയും കൂടെ ഉണ്ട്. ആ വീഡിയോയും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. 24-ലെ ആ വലിയ മഹാമനസ്കരായ ആൾക്കാർ ഇട്ടപ്പോഴാണ് ഞാനും ആ വാർത്ത അറിയുന്നത്. മാധ്യമങ്ങൾക്ക് ഭാവനയുണ്ടെന്നറിയാം, പക്ഷേ ഇത്രയും വലിയൊരു ഭാവന എൻ്റെ മകനെ കുറിച്ച് എഴുതിയത് തികച്ചും അങ്ങേയറ്റം എനിക്ക് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു വാർത്തയാണ്. മാധ്യമധർമ്മം ഇങ്ങനെയൊന്നും ആവരുത് എന്നാണ് ആദ്യം തന്നെ 24നോടും ഏഷ്യാനെറ്റിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവർ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഈ വാർത്ത ഇട്ടത്. മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നതിനൊക്കെ ചിലപ്പം ചിലർക്കെങ്കിലും സുഖം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ മകൻ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ വരുന്ന മറ്റു കുട്ടികളോ അല്ലെ കൂട്ടുകാരോ ഒക്കെ അവൻ കൂടിയിരിക്കുകയോ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും അവനെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യും. പക്ഷെ വന്ന വാർത്ത എന്താ? 30 ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ MLA മകൻ എന്ന് പറഞ്ഞാണ് വാർത്ത വരുന്നത്. അപ്പം പ്രതിഭ MLA മകൻ എന്ന് പറയുമ്പോൾ മാത്രമല്ലേ ആ വാർത്തയ്ക്കൊരു ഹൈപ്പ് കിട്ടുള്ളൂ. എന്തിനാ ഹൈപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാസ്തവവിരുദ്ധമായ വാർത്തകൾ ഇടുന്ന? അങ്ങേയറ്റം തെറ്റായ വാർത്തയാണ്. നിയമ നടപടികൾ തീർച്ചയായിട്ടും 24-നെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ. അപ്പം ഈ വീഡിയോയിലും MLA കുറെ ന്യായീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. മാധ്യമങ്ങൾ ഓവറായിട്ട് ഹൈപ്പ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത് ഓവർ ഹൈപ്പ് ഒന്നുമല്ല. ഉറപ്പായിട്ടും ഇപ്പം ഏത് വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇത്തരം ഒരു വസ്തു പിടിച്ചു കഴിഞ്ഞാലും അത് വാർത്തയാകും. പക്ഷേ ഒരു MLA മകൻ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ന്യൂസ് മാധ്യമങ്ങൾ കൊടുക്കും. അത് ഹൈപ്പ് ചെയ്യേണ്ട വാർത്ത തന്നെയാണ്. കാരണം MLA-മാരായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ അവരൊക്കെ അധികാരികളാണ്. ഈ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ ഈ നാടിനെ നോക്കേണ്ട ആൾക്കാരാണ് ഈ MLA-മാരും മന്ത്രിമാരും. അവരുടെ കയ്യിലാണ് അധികാരമുള്ളത്. അപ്പം അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരുടെ മകനായിക്കോട്ടെ മക്കളായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു തെറ്റുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അതിന് ഓവർ ഹൈപ്പ് കൊടുക്കും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ അവന്റെ കയ്യിൽ നിന്നല്ല പിടിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ നിന്നാണ് പിടിച്ചത് എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. ആ കുട്ടിയുടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തെറ്റാണ്. കംപ്ലീറ്റ് ആയിട്ട് വാർത്ത കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവർ ഇൻവോൾവ് ആയിട്ട് ഇപ്പൊ MLA മകൻ ഇൻവോൾവ് ആയിട്ടുള്ള ആ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് 3 ഗ്രാമെങ്കിൽ 3 ഗ്രാം സാധനം പിടിച്ചെടുത്തു. അത് തെറ്റല്ലേ? അവൻ അറിഞ്ഞോ അറിഞ്ഞില്ലയോ അത് രണ്ടാമത്തെ കാര്യം. അവരുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുത്തു. അപ്പൊ ഈ സാധനം എവിടെ നിന്ന് വന്നു? അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഈ ഒരു ഏജ് ഗ്രൂപ്പുകാരുടെ കയ്യിൽ ഇപ്പൊ സുലഭമായിട്ടുണ്ട്. അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതുപോലെയുള്ള അധികാരത്തിന്റെ ടോപ്പിലിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ മക്കളുടെ കയ്യിലും മരുമക്കളുടെ കയ്യിലും കൊച്ചുമക്കളുടെ കയ്യിലും ഒക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങളുണ്ട്. അവരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നല്ലേ ഇതിനൊക്കെ അർത്ഥം. അപ്പൊ ഇവരുടെ കൈ കൂടാണ് ഇതൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. കാരണം അധികാരത്തിലിരിക്കുന്നവരുടെ മക്കളുടെ കയ്യിലാണ് ഇതുള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടില്ലെന്ന് അറിയാം. പിടിക്കപ്പെട്ടാലും കേസാവില്ല. അതെങ്ങനെയും ഒക്കെ അങ്ങ് ഒതുങ്ങിപ്പൊക്കോളൂ. പക്ഷെ ഇവിടെ ശരിയായ രീതിയിലല്ല എക്സൈസുകാർ പ്രവർത്തിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം. വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് നിരപരാധിത്വം പെട്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ MLA മകന്റെ രക്തസാമ്പിളിൽ ആ ഒരു കണ്ടന്റ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിരപരാധിയാണെന്ന് നമുക്ക് പറയാം. ഒരു വിഷയവുമില്ല. ഇതിപ്പോ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ളത് നമുക്ക് കൺഫർമേഷൻ ഇല്ല. ആ കുട്ടി വന്നിരുന്ന് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റില്ല. MLA എന്തായാലും സ്വന്തം മകനെ ന്യായീകരിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ.
അപ്പൊ ഇത്തരത്തിലുള്ള സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ അധികാരികളുടെ മക്കളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കേസിൽ നേരായ മാർഗത്തിലും പ്രൊസീജിയറിലും അല്ല പോലീസുകാരായിക്കോട്ടെ എക്സൈസുകാരായിക്കോട്ടെ കേസ് അന്വേഷിക്കുന്നത്. സാധാരണഗതിയിൽ നോർമലായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. ജാമ്യം പോലും കൊടുക്കില്ല. ഇപ്പൊ എന്തായാലും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തു വരട്ടെ. MLA-യുടെ മകൻ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് ശിക്ഷ കിട്ടാൻ പാടില്ല. ഈ കാണിച്ചതിനൊക്കെ ഇപ്പൊ മാധ്യമങ്ങൾ തെറ്റായിട്ടുള്ള വാർത്തയാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടണം. അതേസമയം MLA-യുടെ മകൻ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിലോ അവന് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടണം. കാരണം MLA എന്ന് പറയുമ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ മകൻ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ സാധാരണക്കാരുടെ മക്കളുടെ കാര്യമോ? അപ്പൊ ഇവരുടെ കയ്യിലൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പണമുള്ളവനും അധികാരമുള്ളവനും ഒക്കെ എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ കേസ് ഫർദർ ആയിട്ട് മൂവ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.